സഹോദരങ്ങളെ, സയ്യിദുനാ ശൈഖുനാ താജുൽ ഉലമയുടെ പടയോട്ടവും സമസ്തയിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളും സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിന്റെ പ്രചണ്ഡമായ പ്രവർത്തനങ്ങളും കണ്ട് ശത്രുക്കൾ വിറച്ചുപോയി. രാഷ്ട്രീയ തമ്പുരാക്കന്മാർ വിറച്ചുപോയി. മേലാളന്മാർ പതറിപ്പോയി. ഈ സംഘടനയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിച്ചാൽ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം തകരും, മേലാളിത്തം തകരും, മേൽക്കോഴിമകൾ തകരും. നമുക്കിവിടെ സ്ഥാനങ്ങൾ ഉണ്ടാകില്ല, നമുക്കിവിടെ അഭിമാനങ്ങൾ ഉണ്ടാകില്ല, നമുക്കിവിടെ രാഷ്ട്രീയ കോട്ടകൊത്തളങ്ങൾ ഉണ്ടാകില്ല എന്ന് ഭയപ്പെട്ട ജനവിഭാഗം സമസ്തയെ പുലർത്താൻ ശ്രമിച്ചപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ഒരാളെയും ഭയപ്പെടാതെ, ഒരു രാഷ്ട്രീയ തമ്പുരാക്കനെയും ഭയപ്പെടാതെ, ഒരു മേലാളനെയും പേടിക്കാതെ ഉറച്ചു നിന്നു സയ്യിദുനാ താജുൽ ഉലമ. സയ്യിദുനാ താജുൽ ഉലമ അന്ന് ഉറച്ചു നിന്നിരുന്നില്ല എങ്കിൽ സയ്യിദുനാ താജുൽ ഉലമ വന്നത് വരട്ടെ, പോയത് പോകട്ടെ, നമുക്ക് കുറച്ച് കാലിസ്ഥാനവും കുറച്ച് സ്ഥാനവും ഇവിടെ കിട്ടിയാൽ മതി, കുറച്ച് സമ്പത്ത് കിട്ടിയാൽ മതി, ആരെങ്കിലും കൂടെ ചേർന്ന് നിന്നാൽ മതി എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, 980കളിൽ സമസ്തയെ പുനഃസംഘടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, സമസ്തയുടെ അജയ്യനായ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ സമസ്ത തന്നെ ഉണ്ടാകുമായിരുന്നില്ല. രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ വയറിന്റെ അകത്തളങ്ങളിൽ ജീർണിച്ച് ചവങ്ങളായി സമസ്ത മാറുമായിരുന്നു. സഹോദരങ്ങളെ, ഒരാളെയും ഭയപ്പെട്ടില്ല, ഒരു കാലിസ്ഥാനത്തിന് വില വെച്ചില്ല. ഇന്നല്ലാഹു വറസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, എനിക്ക് റിസ്ക് നൽകുന്നവൻ ഖുവ്വത്തുൽ മതീനായ റബ്ബുൽ ഇസ്സത്ത്. എന്റെ റിസ്ക് ഒരാളെ കൊണ്ടും തടയാൻ കഴിയില്ല. എനിക്ക് കിട്ടുന്ന വരുമാനം ഒരാളെ കൊണ്ടും തടയാൻ കഴിയില്ല. എന്റെ സുഗമമായ പാതയ്ക്ക് മുന്നിൽ തടസ്സം നിർമ്മിക്കാൻ റബ്ബുൽ ഇസ്സത്തിനല്ലാതെ കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്ത് ഇന്നല്ലാഹു വറസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഈ ആയത്തോതിയിട്ടാണ് കാസർഗോഡ് സമ്മേളനത്തിൽ വെച്ച് ശൈഖുനാ താജുൽ ഉലമ പ്രസംഗിച്ചത്. പല മഹല്ലത്തുകളിൽ നിന്നും ശൈഖുനായെ കാലിസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കി. നമ്മളെ കൂടെ ഉറച്ചു നിന്നില്ലെങ്കിൽ, ഞങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുകൂലിച്ചില്ലെങ്കിൽ, ഞങ്ങളെ രാഷ്ട്രീയ തമ്പുരാക്കന്മാരോട് ചൊൽപ്പടിക്കുന്നെന്ന് ഞങ്ങൾ പറയുന്നതിനെതിരെ പറഞ്ഞാൽ ഒരൊറ്റ ഖലാഇന്റെ സ്ഥാനവും നിങ്ങൾക്കുണ്ടാകില്ല, ഒരൊറ്റ മഹല്ലത്തുകളിലും ഞങ്ങൾ ഖലാ നൽകില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശൈഖുനാ താജുൽ ഉലമ കാസർഗോഡ് പ്രസംഗിക്കുന്നത്. എന്ത് ഖാലിസ്ഥാനമെടാ, എന്ത് ഖലാഇന്റെ സ്ഥാനമെടാ, എനിക്കതൊന്നും ആവശ്യമില്ല. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് എനിക്ക് വേണ്ടതെല്ലാം തന്നിട്ടുണ്ട്, ഇനിയും തരും. ഒരാളെയും ഞാൻ ഭയപ്പെടില്ല. ഇന്നല്ലാഹു വറസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ എന്ന് പ്രസംഗിച്ചു. സഹോദരങ്ങളെ, ഒരാളെയും പേടിച്ചില്ല, ഒരാളെയും ഭയപ്പെട്ടില്ല. ഉസ്താദിനോട് പറഞ്ഞു, ഈ രീതിയിൽ സഞ്ചരിക്കണം, ഞാനുണ്ട് നിങ്ങളെ കൂടെ, ഒരാളെയും പേടിക്കണ്ട. സമസ്ത രൂപീകരിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിക്കാനാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ കള്ളത്തരം ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കാനാണ്. അത് നമുക്ക് അനുവദിക്കുന്നില്ലെങ്കിൽ, ആ സ്വാതന്ത്ര്യം സമസ്തയിൽ നമുക്കില്ലെങ്കിൽ, പിന്നെ എന്തിന് നമ്മൾ തുടരണം? പുനഃസംഘടിപ്പിക്കൂ സമസ്തയെ പറഞ്ഞിട്ട് പുനഃസംഘടിപ്പിച്ചു. സമസ്ത വിശാലമായി പ്രവർത്തിച്ചു. കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് ഓൾ ഇന്ത്യ എഡ്യൂക്കേഷണൽ ബോർഡായി മാറി. അതാ കാണുന്നില്ലേ, ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ്. അത് ഓൾ ഇന്ത്യ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ്. കേരളത്തിൽ മാത്രമല്ല, കർണാടകത്തിന്റെ വിവിധങ്ങളായ ജില്ലകളിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ, അഹമ്മദാബാദിൽ, രാജസ്ഥാനിൽ, ഒറീസയിൽ, ഡൽഹിയിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ ബോർഡുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രവർത്തനങ്ങളുണ്ട്. സാമൂഹ്യ റിലീഫ് ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട്. എല്ലാ മേഖലകളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും പല രാഷ്ട്രീയക്കാരെയും പേടിച്ചുകൊണ്ട് ഇന്നും വിറക്കുന്ന സാഹചര്യമാണെങ്കിൽ നമുക്ക് ആ വിറപ്പാടില്ല, നമുക്ക് ആ പേടിയില്ല. നമുക്ക് 89-ൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്.
ഇന്ത്യ രാജ്യത്തിന് 947 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രവർത്തകന്മാർക്ക് 989 എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അറബിക്കടലിലേക്ക് പുറങ്കാണ്ടുകൊണ്ട് ചവിട്ടി താഴ്ത്തി താജുൽ ഉലമ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നു. ഒരാളെയും പേടിക്കണ്ട, ഒരു രാഷ്ട്രീയ തമ്പുരാക്കനെയും പഠിക്കണ്ട, ഒരു പച്ചക്കാരനെയും പഠിക്കണ്ട, ഒരു ചുവപ്പുകാരനെയും പഠിക്കണ്ട, ഒരു മഞ്ഞക്കാരനെയും പഠിക്കണ്ട, ഒരാളെയും പഠിക്കണ്ട. കേരളത്തിലുടനീളം, കർണാടകയിലുടനീളം, ലോകത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്.